ഹലോ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു പാലട വെക്കണമെന്ന് തോന്നി. അങ്ങനെ സൂര്യയുടെ പാലട പായസ മിക്സ് വാങ്ങിച്ചിട്ട് നല്ല ടേസ്റ്റുള്ളതാണ്. സേമിയ മിക്സ് ആയിരുന്നു ഞങ്ങൾ ഇത്ര നാൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പാലട വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 കവർ പാലും വാങ്ങിച്ചു. മിൽമയുടെ നല്ല പാലാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ഒഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം പാല് കാച്ചി ഇട്ടതിനകത്തേക്ക് പാലട മിക്സ് ഇടുവാണ്. അപ്പോൾ 2 കവർ പാലും പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അത് നമ്മൾ തീ കത്തിച്ച് അത് അടുപ്പിലോട്ട് വെച്ചു. അതിന് കൂടെ ഇച്ചിരി വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാലൊന്ന് വേവാൻ വേണ്ടി. അപ്പോൾ നല്ലപോലെ കാച്ചിയെടുക്കണം. നല്ലപോലെ കാച്ചി ഞാൻ പായസം ഉണ്ടാക്കുമ്പം പാല് നല്ലപോലെ ഇളക്കി അത് കാച്ചും. ആ സമയം കൊണ്ട് അത് ചൂടാവാനുള്ള തിളയ്ക്കേണ്ട സമയം കൊണ്ട് ഞാൻ പായസം മിക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പാലട ഇതുവരെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. സേമിയയുടെ മിക്സ് ആയിരുന്നു. നല്ല ടേസ്റ്റ് കേട്ടോ ഈ സൂര്യ കമ്പനിക്കാരുടെ. അപ്പോൾ ഇവിടുത്തെ ഈ ഏരിയയിലൊക്കെ കിട്ടും ഈ കമ്പനിയുടെ സൂര്യയുടെ. അപ്പം സേമിയായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം വിചാരിച്ചു പാലട വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാലട പൊട്ടിച്ച് നോക്കിയിട്ട് നമ്മുടെ പാൽ ഇളക്കുമ്പോഴത്തേന് ഇങ്ങനൊരു കവറിനകത്താണ് ഈ പാലട ഉള്ളത്. അപ്പോൾ ഇത് തിളച്ച പാലിനകത്തോട്ടങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം പാലട ആകുമ്പോൾ വേവാൻ ഇച്ചിരി കൂടെ സമയം എടുക്കും. സേമിയ ഇച്ചിരി പെട്ടെന്ന് വേവുന്നതാണ്. അങ്ങനെ പാല് നല്ലപോലെ കാച്ചു കേട്ടോ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേന് ഇച്ചിരി ചൂടായി. ആ സമയത്ത് ഞാൻ 2 സ്പൂണ് ഇച്ചിരി പഞ്ചസാര ആഡ് ചെയ്തു. അപ്പം ഇതിന് ഞാൻ പ്രത്യേക അളവൊന്നും പറയുന്നില്ല. എൻ്റെ ഒരു ഉദ്ദേശ അളവ് വെച്ചാണ് ഞാൻ ഇതിനകത്തൊക്കെ പഞ്ചസാര നെയ്യും എല്ലാം ഇടുന്നത്. അപ്പോൾ ഈ പാല് തിളയ്ക്കുന്ന സമയം തന്നെ ഞാൻ നെയ്യും അല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കും തിളയ്ക്കുന്ന സമയത്ത്. എന്നിട്ട് അത് വീണ്ടും നമ്മൾ കറക്കി തവിയിട്ട് ഇളക്കി അത് കാച്ചും. നല്ലപോലെ കാച്ചി കഴിയുമ്പോൾ നെയ്യും പഞ്ചസാരയും കൂടെ നിൽക്കുന്നതും കൊണ്ട് വേറൊരു മണവും വേറൊരു കളറിലും പാല് വരും കേട്ടോ. അതിനുശേഷം ഞാൻ ഈ പാലട അല്ലെങ്കിൽ സേമിയ ആണേലും ഇട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇച്ചിരി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1.5 സ്പൂൺ നെയ്യ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കും. നന്നായിട്ട് ഇളക്കി ഇടുമ്പോഴത്തേന് ഏകദേശം പകുതി അത് ചൂടായിട്ടുണ്ട് പാല്. ഇനി തിളച്ചാൽ മതി. അങ്ങനെ മിൽമയുടെ നെയ്യ് കേട്ടോ ഇട്ട് കൊടുത്തത്. അതിനുശേഷം പാൽ ഏകദേശം തിളച്ചെന്ന് വെച്ചാൽ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ പാലട മിക്സ് പൊട്ടിച്ച് അതിനകത്തായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അതിനകത്ത് തന്നെ ഓൾറെഡി പഞ്ചസാര എല്ലാം ഉണ്ടെങ്കിലും നമ്മളൊരു ഇച്ചിരി വെള്ളവും കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടുതൽ ഒഴിക്കുമ്പോൾ 2 സ്പൂൺ പഞ്ചസാര എക്സ്ട്രാ ഇട്ടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ആ പായസം മിക്സ് കംപ്ലീറ്റ് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. കുറേ നേരം ഇളക്കി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വേവത്തുള്ളൂ കേട്ടോ. അപ്പം നന്നായിട്ട് തിളച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്തിനേക്കാളും കൂടുതൽ എടുത്ത് കേട്ടോ. അന്നേരം അതവിടെ നിന്ന് തിളക്കട്ടെന്ന് വിചാരിച്ച് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു കോമ്പിനേഷന് വേണ്ടി പപ്പടവും പഴവും വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഞാലിപ്പൂവൻ പഴം. അപ്പം പപ്പടം കാച്ചി വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം. അങ്ങനെ ചീഞ്ചട്ടി അടുപ്പേ വെച്ച് പപ്പടം കാച്ചുവാണ്. അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം പായസത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടുന്ന മാത്രം പപ്പടം എടുത്ത് ആ സമയം കൊണ്ട് പായസം നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. എന്നിട്ട് പപ്പടം എല്ലാം കാച്ചി ഞാൻ വെച്ചതിന് ശേഷം വീണ്ടും വന്ന് നമ്മുടെ പായസം ഇടം വരെ നോക്കി വെള്ളം പോലെ തന്നെ കിടക്കുവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കുറുകി വരണം. കുറുകി വന്നാൽ മാത്രമേ നമ്മുടെ കറക്റ്റ് ആ ഒരു കൊഴുത്ത രീതിയിൽ പായസം കിട്ടത്തുള്ളൂ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് അല്പം കളറായി. ഈ ഒരു കളറ് വരണം. ആ സമയത്ത് ഞാൻ ആ തിളയ്ക്കുന്നതിനകത്തോട്ട് ഒരു ഇച്ചിരി കൂടെ നെയ്യ് ഇട്ട് കൊടുക്കും. അങ്ങനെ ഞാൻ ഏകദേശം 2-2.5 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് കുറുകാൻ വേണ്ടിയാണ്. നന്നായിട്ട് ഇളക്കി കുറേ നേരം കഴിഞ്ഞ് അല്പം വറ്റി കഴിയുമ്പോൾ ഒന്ന് ഓഫാക്കി വെക്കും. അന്നേരം അത് കുറുകി വരും കേട്ടോ. അപ്പം വീണ്ടും നമ്മൾ കുറച്ച് ഓഫാക്കി വെച്ച് എല്ലാം റെഡിയാക്കി നോക്കിയപ്പോൾ നന്നായിട്ട് കുറുകി നമ്മുടെ ഒരു ഏകദേശം ഉദ്ദേശത്തിനനുസരിച്ച് പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു വാഴയിലക്കകത്തോട്ട് ഒഴിച്ച് റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ വീട്ടിൽ പ്ലേറ്റിലായിട്ടും കഴിക്കുമെങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടി ഞാനൊരു ദോശനില വെട്ടി അതിനകത്തോട്ട് നമ്മുടെ പാലട പായസം പതുക്കെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇപ്പം തന്നെ നല്ല കൊതി വരുന്നുണ്ട്. എനിക്ക് പായസം ഇഷ്ടമേ അല്ലാത്ത ഒരാളായിരുന്നു. ഇപ്പം ഞാൻ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഒരു പപ്പടവും വെച്ചു, 2 ഞാലിപ്പൂവൻ്റെ പഴവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചടിക്കാനാണ് വിചാരിച്ചത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് രാവിലെ തൊട്ടുള്ള ആഗ്രഹമാണ് ഇത് കഴിക്കണമെന്ന്. അപ്പം കണ്ടപ്പം തന്നെ മനസ്സിൽ ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ പായസവും പഴവും പപ്പടവും കൂടെ ഞെരടി കഴിച്ച് എന്താ പറയുക, ചുറ്റുമുള്ള ഒന്നും കാണില്ല എന്ന് പറയത്തില്ലേ, സിനിമയിലൊക്കെ അതേപോലെ അവസ്ഥയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.